അത് ഏകദേശം അതിൻ്റെ 4 റൗണ്ടൊക്കെ ഏകദേശം ഒരു 1.5-2 മാസത്തോളം എടുക്കുന്നതിൻ്റെ പ്രോസസ്സ് മോപ്പപ്പ് റൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ അപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ ആയിട്ടുണ്ടാവും. ഇവിടുത്തെ അഡ്മിഷൻ ഇൻ കേസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോയിട്ട് പഠിക്കാനുള്ള അവസരം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുവാണ്. അപ്പോൾ എപ്പോഴും ഒരു ബാക്കപ്പ് ചെയ്ത് വെക്കുക, നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് ചെയ്ത് വെക്കുക. അങ്ങനെ രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി പിന്നീട് പോണേ തീരുമാനിക്കാനുള്ള ഓപ്ഷനുകളുടെ കയ്യിൽ തന്നെയാണല്ലോ. നിങ്ങൾ പൈസ ചെലവാക്കാത്തോളം കാലം നിങ്ങൾ ആരുടെയും റിസ്കിലല്ല. നിങ്ങൾ ബേസിക്കലി കുട്ടികളുടെ അടുത്ത് പറയുക, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികൾ നോക്കുക, എവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് കുട്ടികൾക്ക് യൂസ് ഉണ്ടാവുന്നത്. ഈ ഒരു കാര്യങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ഒരു കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഈ അഡ്മിഷന്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ മെഡിസിൻ പഠിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിന്റെ ഭാഗമായിട്ട് MBBS ചൂസ് ചെയ്യുന്നു. നേരത്തെ എനിക്കൊന്നു ആശിഷ് സാർ സൂചിപ്പിച്ച പോലെ തന്നെ MBBS മാത്രമല്ല മെഡിസിൻ കേട്ടോ. ഇപ്പൊ MBBS തന്നെ നമുക്ക് ഈ പറയുന്ന നമ്മളുടെ BDS നമ്മുടെ ഡെന്റൽ ഡോക്ടേഴ്സിന്റെ അതൊരു നല്ല സെഗ്മെന്റ് ആണ്. ഡെന്റൽ ഡോക്ടേഴ്സിന്റെ പ്രത്യേകത വെച്ചെങ്കിൽ ഈ ഒരു കോഴ്സ് ഡ്യൂറേഷനും കുറവാണ്. കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ വീട്ടിലേക്ക് തന്നെ ആൾക്കാർ വരാൻ ചാൻസ് ഉള്ള ഒരു പ്രൊഫഷൻ കൂടിയാണ് BDS. ഡോക്ടർ ടൈറ്റിൽ നിങ്ങൾക്കുണ്ടായിരിക്കും. അതേപോലെ തന്നെ ആയുർവേദ, ഹോമിയ പോലത്തെ കോഴ്സുകളൊക്കെ ഉണ്ട്. ഞാൻ പേഴ്സണലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഈ കോഴ്സുകളും ധാരാളം കുട്ടികൾക്ക് ഓപ്റ്റ് ചെയ്യുന്ന കോഴ്സുകളാണ്. അതിൽ നമുക്ക് ഡോക്ടർ എന്ന ടൈറ്റിൽ നമുക്ക് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ 2 ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റിനറി സയൻസ് പഠിക്കുന്നത് ഈ പറഞ്ഞ പോലെ അനിമൽസ്, മൃഗങ്ങളുടെ ഡോക്ടേഴ്സ് എന്നുള്ള കോൺസെപ്റ്റിലാണ്. അവർക്കും ഈ പറഞ്ഞ പോലെ ഡോക്ടർ എന്ന ടൈറ്റിൽ വെക്കാവുന്നതാണ്. പിന്നെ ഈ ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ഈ വർഷം മുതൽ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും ഡോക്ടർ ടൈറ്റിൽ വെക്കാനുള്ള ഒരു അനുവാദം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ ആകുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് MBBS തന്നെ പഠിക്കണമെന്നില്ല, അല്ലാതെയും നമുക്ക് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസ് ഒക്കെ ചിന്തിച്ചു വയ്ക്കുക. MBBS മാത്രമേ ഇന്ത്യയിൽ വളരെ ബുദ്ധിമുട്ടുള്ളൂ. അതായത് ഈ നീറ്റിൽ നല്ല മാർക്ക് മേടിക്കണം എന്നുള്ള പ്രശ്നം വരുന്നുള്ളൂ. മറ്റുള്ള ഇതിനൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടുകൾ വരുന്നില്ല. അപ്പോൾ ഞാനത് MBBS ഇന്ത്യയിലത്തെ കാര്യം പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട്